അഹാന കൃഷ്ണയുടെ ഒരു പോസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അത് മാത്രമല്ല, തന്മയുടെ ഇന്നത്തെ വ്ളോഗും ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് സംസാരിക്കാം. നിങ്ങൾ വിചാരിക്കും ഇവനത്തെ ഉള്ളോ പണിയെന്ന്. കണ്ടന്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ കണ്ടന്റും ചെയ്യും. അൻസിബ ഫോളോ ചെയ്യും, ഫിറോസ് വിഷയം ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ വ്ളോഗ് എടുത്ത് നോക്കി എല്ലാവർക്കും അറിയാം. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് പോകാം. ആരും ഇവിടെ നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഈ പോസ്റ്റൊക്കെ വായിച്ച് നമുക്ക് സെറ്റായിട്ടിരിക്കും. ഇത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മലയാളം വെർഷനെയും വായിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായിക്കാം. ഓക്കെ. പിന്നെ തൻവിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് തോന്നുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്കും കൂടെ അടിക്കുക, ഹൈപ്പും കൂടെ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ അഹാനയുടെ ആ പോസ്റ്റാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അഹാന കൃഷ്ണ. പുതിയൊരു കള്ളക്കഥയുടെ പരമ്പര. പ്രായമായ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വയം സത്യമാകുമോ? പ്രായമുള്ളവരെല്ലാം പറയുന്നത് കള്ളമാണെന്നാണോ അഹാനി പറയുന്നത്? എനിക്ക് തോന്നുന്നത് അത്യാവശ്യം പ്രായം ചെന്നൊരു മനുഷ്യനാണ് നിങ്ങളുടെ അച്ഛൻ കൃഷ്ണകുമാർ ആണെങ്കിലും നിങ്ങളുടെ അമ്മയാണെങ്കിലും. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളമാണോ? എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. അത്ര അത്യാവശ്യ പ്രായമൊന്നും നിങ്ങളുടെ മുത്തശ്ശിക്കൊന്നും ഇല്ല. അവർ ചില്ലായിട്ടാണല്ലോ നടക്കുന്നത്. അവരുടെ സംസാര ശൈലി തന്നെ ഉണ്ടത്. ഓക്കെ. ഒരു ചോദ്യം മാത്രം. തൻവി ഇത്രയും താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി. എൻ്റെ മുത്തശ്ശി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടന്ന ചാറ്റുകളും സന്ദേശങ്ങളും പുറത്തു വിട്ടപ്പോൾ നിങ്ങളുടെ മുത്തശ്ശി എനിക്ക് അയച്ച ആ 2 ഓഡിയോ ക്ലിപ്പുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? ഏതാണ് ആ 2 ഓഡിയോ ക്ലിപ്പ്? അത്രയ്ക്ക് നേരം താങ്കൾക്ക് അത് പുറത്തു വിടാമായിരുന്നല്ലോ. താങ്കൾ അയച്ച ഓഡിയോകൾ താങ്കൾ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു? ആ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഹാൻ എടി പൊടി വാടിയെന്ന് വിളിച്ച് കാണുമായിരിക്കും, ചിലപ്പോൾ എടി വസന്തയെന്ന് വിളിച്ച് കാണുമായിരിക്കും, അമ്മ കൂബരത്തെറിയും വിളിച്ച് കാണും. അമ്മ എന്നെ പറയുന്നുണ്ടല്ലോ, ഞാനും അവളെ ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിളിച്ചെന്നാണ് അമ്മ പറയുകയും ചെയ്യുന്നത്. ആൾക്കാർ വിചാരിക്കും, എന്തൊരു കുത്തിത്തിരിപ്പാണ് ഇവന്മാരുണ്ടാക്കുന്നത്, ഒരു പണിയില്ലാതിരുന്നിട്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടന്റാണെന്ന് മാത്രം കരുതിയാൽ മതി. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ദിയാ കൃഷ്ണയുടെ ഇപ്പോഴത്തെ സ്റ്റോറി ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്നു, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അതൊരു ബുക്കോ. ഓക്കെ. എൻ്റെ മുത്തശ്ശി ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടന്ന ചാറ്റുകൾ സന്ദേശങ്ങൾ പുറത്ത് വിട്ടപ്പോൾ നിങ്ങൾക്ക് മുത്തശ്ശി എനിക്ക് അയച്ച 2 ഓഡിയോകൾ ക്ലിപ്പുകൾ എന്തുകൊണ്ട് പുറത്ത് വിട്ടില്ല? ആ 2 ഓഡിയോകൾ എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൻവി അയച്ചിരുന്നു. ഒരു മനുഷ്യൻ സ്വന്തം കൊച്ചുമക്കളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിലുള്ളത്. തൻവി ഇത്രയും സുതാര്യമായിരിക്കുന്നതിനായി ശ്രമിച്ചതെങ്കിൽ ആ 2 ഓഡിയോകൾ മാത്രം എന്തുകൊണ്ട് ഒഴിവാക്കി? അതായിരുന്നുവെങ്കിൽ സ്വഭാവങ്ങൾ യഥാർത്ഥ ചിത്രം കൂടുതലും വ്യക്തമായേനെ. അപ്പം എന്തോ കഠിനമായിട്ടുള്ള എന്തൊരു കാര്യം ഉണ്ടെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരാളെ പൊടി വാടിയെന്ന് വിളിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് പൂരത്തെറിയായിരിക്കും വരുന്നത്. ഈ പൂരത്തെറി എന്ത് കൊടുക്കും? ആരെങ്കിലും ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താലും ആ ഒരു വ്യക്തിയെ മോശമായിട്ട് ആൾക്കാർ കാണത്തുള്ളൂ. ഇവരുടെ വിഷയത്തിൽ 2 പേരുടെയും ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇവിടെ അഹാനിക്ക് പറ്റിപ്പോയ എന്താണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയ കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയ മാത്രമല്ല, റിയൽ ലൈഫിലും അമ്മമ്മ വെച്ച് ഇത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നും അല്ല വെച്ചേ. ഓക്കെ. ഇനി അടുത്തത്, മുത്തശ്ശി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അവർ ഞങ്ങളിൽ വിളിച്ച അധിക്ഷേപ വാക്കുകൾ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളവയാണ്. അപ്പോൾ എന്തോ വലിയ സംഭവമാണ് പുള്ളിക്കാരി വിളിച്ച് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞതെല്ലാം അതിന് നൽകിയ പ്രതികരണങ്ങളാണ്. അപ്പോൾ സത്യത്തിൽ മോള് തെറി പറഞ്ഞെന്ന് ഇതിൽ കൂടെ തന്നെ വ്യക്തമാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താണ് ആ പ്രതികരണങ്ങൾക്ക് കാരണമായത് എന്ന് കാണിക്കാതെ പ്രതികരണങ്ങൾ മാത്രം കാണിക്കുന്നത് നീതിയാണോ? എൻ്റെ മുത്തശ്ശൻ ആ ഓഡിയോകൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ മുത്തശ്ശനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും തോന്നുന്നു. ആ സംഭവത്തിന് ശേഷം എൻ്റെ മുത്തശ്ശിയോട് എനിക്ക് ആദരവോടെ പെരുമാറാൻ കഴിയില്ല. പാവം കൊച്ചുമോൾ. എതിർവശത്തുള്ള ആൾ എന്നേക്കാൾ മുതിർന്നവളായാലും ഇളയവളായാലും അതിന് പ്രസക്തിയില്ല. അഹന ആറ്റിറ്റ്യൂഡ്. ഐ ലൈക്ക് യു. നല്ല ആറ്റിറ്റ്യൂഡ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. പ്രായം ചെന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. അവരിങ്ങനെ വളവളാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കുറേയൊക്കെ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ? ഇപ്പം ഞാൻ പറയണം, ഞാനും അത്ര പെർഫെക്റ്റോ കാര്യങ്ങളൊന്നും അല്ല. എന്തെങ്കിലും കണ്ടാൽ ഞാൻ എടുത്തുകൊണ്ട് പോകാൻ പറയും. അത് വീട്ടിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ രീതി അങ്ങനെയാണ്. പക്ഷെ അവരൊരു മനുഷ്യരുടെ മുമ്പ് ഇട്ട് കൊടുക്കാനോ അവരെ കുറ്റം പറയാനോ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണെന്നുള്ള രീതിയിലൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കും. അത് വീട്ടിലാണെങ്കിൽ ഇച്ചിരി മുറുക്കുകയാണെങ്കിൽ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഒരാളുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത് ഒരാളെ ഇത്രയും സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുത്ത് വെറും ഇതാക്കി വിടുന്ന പരിപാടിയൊന്നും നമുക്കില്ല. കാര്യങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഞാൻ.
ഓക്കെ, ഇനി അടുത്തത് എല്ലാം പക്ഷേ ഞങ്ങളുടെ അന്തസ്സും മാന്യതയും കാത്തു സൂക്ഷിക്കാനായി ഇനി മൗനം പാലിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉള്ള അന്തസ്സും കാര്യങ്ങളെല്ലാം പോയില്ലേ മോളെ, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെ വെറുക്കണമെങ്കിൽ വെറുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം തൻവി വീണ്ടും ഇതിലെ താഴ്ന്ന രീതിയിലേക്ക് പോയി ഞങ്ങൾ പ്രതികരിക്കാൻ നിർബന്ധിതയാകാതെ പക്ഷം ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾ സംസാരിക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരെങ്കിലും എന്നെ നേരിൽ കാണുന്നുണ്ടെങ്കിൽ വന്ന് എന്നോട് സംസാരിക്കുക. അപ്പോൾ ഞാൻ ആ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്നുള്ള രീതിയിലാണ് അതിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് വെക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഒരു വീഡിയോ കാണാവേ. കൃഷ്ണകുമാർ എന്ന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് കണ്ടിട്ട് നമുക്ക് ദിയാകൃഷ്ണയിലോട്ട് പോകാം. എല്ലാരും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയും. എങ്ങനെയുണ്ട് ഇനി എന്നും ഓ എൻ്റെ പൊന്നു, ആ എക്സ്പ്രഷനും ആ അഭിനയം ഇതൊക്കെ സിനിമയിൽ കാഴ്ചവെച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഓസ്കാർ അല്ലായിരുന്നെങ്കിൽ ഫിലിം അവാർഡിലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോവാനെ. ഇത് അതുമില്ല. ഇത്രയും പാഷനേറ്റ് ആയിട്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ അറിയില്ല. ഇവർക്ക് തന്നെ 30 വയസ്സുണ്ട്. അമ്മൂമ്മയ്ക്ക് എങ്ങനെ പോയാലും ഒരു 10-65-70 വയസ്സ് കാണും. ഇത്രയും വർഷമായിട്ട് അവർക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. അതിങ്ങനെ വീഡിയോയുടെ മുമ്പ് എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവറ്റകളൊക്കെ എത്രമാത്രം നമ്മളെ പറ്റിക്കുന്നുള്ള രീതിയിൽ. അമ്മൂമ്മയാണെങ്കിലോ മീൻകറി ഇതുപോലെ ഒന്ന് വെച്ച് തരണം എന്നുള്ള രീതി അമ്മൂമ്മയും സംസാരിക്കുന്നുണ്ട്. ഓ, ഇനി ബാക്കിയും കൂടെ കേക്ക്. മട്ടൻ ലിവറൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും കൃഷ്ണകുമാർ കണക്കിന് കൊടുത്തു. ഒരു ഒറ്റ വാക്കിൽ ഉത്തരം മുട്ടിച്ചെന്ന് പറയാം. അല്ലാണ്ട് ഇതാണ് ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ സ്റ്റോറി. ഈ എവിടെ നോക്കിയാലും ഇതേണ്ട സ്റ്റോറീസുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതേണ്ട ആദ്യത്തെ സ്റ്റോറി കണ്ടില്ല, എനിബഡി ദാറ്റ് ട്രൈ ടു മേക്ക് യു ഗോ ആൻഡ് അഗൈൻസ്റ്റ് യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് അബ്സല്യൂട്ട്ലി എ സ്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു പോസ്റ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ദിസ് ഈസ് അബ്യൂസ് ബട്ട് ദിസ് ഈസ് ആൾസോ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കിടക്കുന്നുണ്ടോ? അപ്പം ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തത് ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ ഒരു പോസ്റ്റാണ്, ഞാനത് വായിച്ചു തരാം. ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലെ അറ്റൻഷൻ നേടുന്നത്. കുറച്ച് ഡേയ്സായി ഈ ടൈപ്പ് പുകയുന്ന സ്റ്റോറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ദിയ കണ്ടിന്യൂസ്ലി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ വലിയ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ഈ സ്റ്റോറികളൊക്കെ കണ്ടിട്ട് എവിടെയോ എന്തൊക്കെയോ വലിയ ഇഷ്യൂസ് പോലെ തോന്നിയിട്ടില്ലേ കൂട്ടുകാരെ? ഒട്ടും നോർമൽ അല്ല കാര്യങ്ങളെന്നുള്ള രീതിയിലാണ്. എന്താണ് സംഭവം എന്ന് കണ്ടറിയാം. ഓക്കെ, ആദ്യത്തെ സ്റ്റോറിയിൽ ദിയ സ്ട്രേറ്റായി ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് വീട്ടിലെ ചില പാമ്പുകളിലേക്കാണ്. അതായത് ഹസ്ബൻഡിനോ വൈഫിനോ എതിരെ നിങ്ങൾ തിരിക്കാൻ നോക്കുന്നവൻ ആരായാലും എന്നുള്ള രീതിയിലാണ്. ആരായാലും അവൻ ജെനുവിൻ വിഷപ്പാമ്പ് എന്ന ദിയ പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോറിയിലോട്ട് ഫാമിലീസിൽ നിന്ന് നടക്കുന്ന ഗെയിംസും മെൻ്റൽ അബ്യൂസും കുറിച്ചുള്ള ഒരു വലിയ ചാർട്ട് തന്നെയാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. മണി അടിച്ചു മാറ്റുന്ന ഫിനാൻഷ്യൽ എക്സ്പ്ലനേഷൻ, ചീത്തവിളി, ബെട്രയൽ, ഫിസിക്കൽ അബ്യൂസ്, ഇതൊക്കെ പോരാങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ വന്ന് ഇമോഷണൽ വൈഫ് കളിക്കുന്നത്, വീട്ടുകാർ പുറമെ നന്മമരമായി നടന്ന ഉള്ളിൽ ഡേറ്റി വർക്ക് ചെയ്യുന്നത്, സ്വന്തം ഡിഗ്നിറ്റി തകർക്കുമ്പോൾ പാർട്ണർ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ആ ഒരു സ്റ്റോറിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ തന്നെ ഒന്നല്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ അത്യാവശ്യം ഇത്ര ഫേമായിട്ട് നിൽക്കുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ഗൈസ്, ഞാനിത് പെട്ടെന്ന് സംസാരിക്കുന്നു, ഈ വായിച്ചു പോകുന്നത് നിങ്ങൾക്ക് ലാഗ് അടിപ്പിക്കാനാണെന്ന് കരുതിയിട്ടാണ്. വെറുതെ എന്തിനാന്ന് കരുതി ഞാൻ സ്പീഡിൽ അങ്ങ് പോകുന്നത്, ഒന്നും വിചാരിക്കുമൊന്നും ചെയ്യരുത് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൻവിയുടെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ടും കൂടെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, തൻവിയുടെ വ്ളോഗിലോട്ടാണ് നമുക്കിനി പോകേണ്ടത്. അപ്പം തൻവി വ്ളോഗ് വരൂ. തൻവിയുടെ വ്ളോഗ് ഇതാണ്. ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലോട്ട് പോകുന്നതൊക്കെയാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങി. ഇവിടെ ഒരാൾ ബുക്കിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുക.
നമ്മള് വെളുപ്പിന് ഇവൻ 2 മണിക്ക് എണീച്ചു, യോജിമോൻ 4 മണിക്ക് എണീച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ തൻവി ഇട്ട ഓരോ വീഡിയോസിനും നല്ല ഒടുക്കത്തെ റീച്ചും കാര്യങ്ങളും അല്ല. ആ 2 വീഡിയോസാണ് തൻവി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ സത്യത്തിൽ റീച്ച് നല്ല രീതിയിൽ കുറയേണ്ടതാണ്. പക്ഷേ തൻവിയുടെ വീഡിയോയ്ക്ക് ഇത്ര റീച്ച് കിട്ടണമെങ്കിൽ അറിയാലോ ഈ ഒരു കോൺട്രവേഴ്സി എത്രമാത്രം വിഷയമായെന്നുള്ള രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് ഓരോ ദിവസം നോക്കുന്നത് ഉണ്ട് തൻവിയുടെ ചാനലിൽ. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 13 മണിക്കൂറിൽ അങ്ങനെ 2 ലക്ഷം സംതിങ്ങോളം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുവാണെങ്കിൽ ആ ഡിലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു 6-7 ലക്ഷം പോകേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കരച്ചു തുടങ്ങി. നമ്മൾ പതുക്കെ ഓരോ പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. അവള് ഞാൻ എടുക്കാത്തൊന്നും കരച്ചില്ല. ഓരോ റൂമിലും ഓരോ പെട്ടികളായിട്ട് നമ്മൾ അൺപാക്ക് ചെയ്ത് തുടങ്ങി. അവൻ എൻ്റെ ഇടയ്ക്ക് ചെസ് എന്നടി മുന്നേ എന്നടി മുന്നേ ഓക്കെ ഭാര്യ കുഞ്ഞിപ്പെണ്ണി അവർക്ക് വിശക്കുവാണ്ടോ. പിന്നെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാല് ലിയൻ ആദ്യമായിട്ട് ഓക്കെ ഗൈസ്, ഇത് കുറച്ച് മാറ്റം. അവർ ഈ പറയുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുന്നതിന്റെ കുറച്ച് ഇതാണ്, ജസ്റ്റ് നോക്കാം. ചൂട് കാണാം. AC പോലും അവിടെ അത്രയും നല്ല കാറൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ കാർ ഓടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാണാം. ബാക്ക് സീറ്റിൽ അങ്ങനെ AC കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചൂടൊട്ടും പറ്റുന്നില്ല. പാവം അതന്നെ വർക്ക് ആവുന്നുണ്ടോ, ചെറിയ കാർ വേണ്ട, ഇത്രേ ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വ്ളോഗ് എടുക്കാം. അങ്ങനെ നമ്മൾ എത്തി കരവാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതാണ് ലാൻഡ് മാർക്ക്. മസ്കിറ്റോ ബൈറ്റ് ചെയ്ത പൊന്നിനെ. ഓ നോ, നിങ്ങൾക്ക് പോകണ്ടേ? പോയി സർപ്രൈസ് ചെയ്യാം. സർപ്രൈസ് യു സിസ്റ്റർ. ഓക്കെ, നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല, കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്യട്ടെ. ഫുഡ് എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ തൻവി ഇനി മുതൽ വ്ളോഗും കാര്യങ്ങളൊക്കെ അമ്മ എന്തായാലും ഒന്ന് ചിരിച്ചു കണ്ട്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ പുള്ളിക്കാരുടെ കാര്യത്തിലാണ്. പുള്ളിയുടെ സഹതാപമാണ്. ആദ്യം എല്ലാവർക്കും വെറുപ്പാണെങ്കിലും ഇപ്പോൾ പുള്ളിയുടെ സഹതാപം ഉണ്ട് കുറേ ആൾക്കാർക്ക്. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, ഒരു കുടുംബം കലക്കിയിട്ട് തൻവി നിനക്ക് സമാധാനമല്ല, കുത്തിത്തിരിപ്പാണ്, അങ്ങനെ കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അഹാനെ പോലെ ഒരാൾ അത്യാവശ്യം കൃഷ്ണകുമാറിൻ്റെ ഫാമിലി തന്നെ അത്യാവശ്യം ഇവർ തന്നെ കരുതുന്ന കാര്യം ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് അഹാനെ കാണുന്നത്. നമ്മളും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. പല വ്ളോഗേഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന അഹാനെ വാഴ്ത്തി പാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്കും ഒരുപാട് ഞാൻ പണ്ടൊന്നും കുറേ വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ട സമയം കൊണ്ടൊക്കെ അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് അടിച്ചപ്പോൾ പഴയ വിഷയങ്ങളിൽ ലവ് ലെറ്ററിൻ്റെ കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട്. ഞാൻ പറയുമ്പോൾ ദിയേക്കാളും പണ്ട് കയറിക്കൊണ്ടിരുന്നത് ഇവരായിരുന്നു എന്നുള്ള രീതി എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ തകർക്ക് ഞാൻ ചെറുതായിട്ട് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും യോജിയുടെ അമ്മച്ചി വന്നു. പുള്ളിക്കാരത്തി അമ്മൂമ്മ പരിചയപ്പെട്ട് കൊടുക്കുമായിരുന്നു. അമ്മൂമ്മയൊക്കെ എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഇന്ന് കേരളം എവിടെ ചോദിച്ചാലും അമ്മൂമ്മ ഒരു വ്ളോഗ് തുടങ്ങിയ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു മക്കളെ, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ. യോജി ഇപ്പോൾ വരും, നമ്മളിപ്പോൾ ഇറങ്ങും. കാരണം 6:30 മണി കഴിഞ്ഞ് എവിടെ വേണ്ടിയിട്ടേക്ക് പമ്പൊക്കെ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. നല്ലോണം ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസത്തിലൊക്കെ പോയിരിക്കും. അപ്പം ഇതാണ് യോജിയുടെ ചേച്ചിയുടെ വീട്. നമുക്ക് പോയി മൊത്തം കാണാം. ഞാൻ നേരത്തെ വന്നിട്ട് വീട്ടിൽ ചുറ്റാകെ മൊത്തം പോയി കണ്ട പോലും ഇല്ല. ഇതാട് ചെരുപ്പാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തൽക്കാലത്തേക്കിടാം. ചേച്ചിയുടെ സ്കൂട്ടർ, പിള്ളേരുടെ ബൈക്ക്, പട്ടിക്കുട്ടി, ഇതൊക്കെയാണ് അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ. ഇനി ലാഗ് അടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. മടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരെയും കണ്ടു. ലിയന്റെ കസിൻസിനെ കണ്ടു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൾ തിരിച്ചൊന്നും വരണ്ടായിരുന്നു. അത് അടുത്ത വ്ളോഗ്, നമുക്ക് അടുത്തൊരു വ്ളോഗ് ചെയ്തു. ഈ പ്രാവശ്യം നമ്മളവിടെ പോയതിനു ശേഷം 4 മണി അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാ പോയത്. ഫുഡെല്ലാം കഴിച്ച് ഇവിടെ കിടന്നുറങ്ങി. കാര്യം എന്റെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പോയത്. അപ്പം ഉറക്കം ആയിട്ടില്ല. പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. ഞാൻ വന്ന് എന്റെ കസിൻസിനെല്ലാം കണ്ടു. എല്ലാരും പോലും കണ്ടു തീർത്തില്ല. പിന്നെ ഞങ്ങള് അടുത്ത ആഴ്ച വേറൊരു അടുത്തോട്ട് പോയിട്ടുണ്ട്. അതെ, വേറൊരു വട്ടം കൂടി നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ഒരാഴ്ച ഞങ്ങൾ 2 വട്ടം പോയി അങ്ങോട്ട്. 2ാമത്തെ തവണ പോയപ്പോ അമ്മൂമ്മയുടെ കസിന്റെ മോളായിട്ട് വരുമെന്ന് തോന്നുന്നു, ഗിരിജ വല്യമ്മ. അപ്പൊ പുള്ളിക്കാരത്തി വന്ന് അമ്മൂമ്മയുടെ കൂടെ നിന്നു. കാരണം അമ്മൂമ്മയ്ക്ക് വീണ്ടും ഈ കാല് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അമ്മയ്ക്ക് ഇപ്പോഴും വരാൻ പറ്റത്തില്ല. അപ്പം അമ്മൂമ്മ നമ്മളിവിടെ ആക്കി ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മള് അങ്ങോട്ടേക്ക് പോയത്. അമ്മൂമ്മക്ക് ഹാപ്പിയാ, കാരണം പുള്ളിക്കാരത്തി വന്നാൽ പിന്നെ അവര് എന്തെങ്കിലും കത്തി അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എനിക്കൊരു അമ്മച്ചിയുണ്ട്, എന്റെ അമ്മയുടെ അമ്മ. അപ്പം എന്റെ അമ്മയുടെ അമ്മയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അമ്മയും തൻവിയുടെ അമ്മയായിട്ട് നല്ല കമ്പനിയായി. നല്ല കമ്പനി. അമ്മൂമ്മ വീട്ടിലൊക്കെ വരാൻ വേണ്ടിയൊക്കെ വീട്ടിലേക്കൊക്കെ 2 ദിവസം നിൽക്കാന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ വിളിച്ചു. അടുത്ത എപ്പിസോഡിനുള്ള വഹ ഉണ്ടാക്കാൻ തോന്നി ഇവര് കേട്ടാ. പിന്നെ അമ്മച്ചിക്കും അങ്ങനെ അധികം ട്രാവൽ ചെയ്യും. അമ്മച്ചിക്ക് 80 വയസ്സായി. ഇപ്പോഴും കൂടി കിടക്കും. 80 വയസ്സായി. ഞാനും കുറെ വർഷത്തിന് ശേഷം പപ്പയും ചേച്ചീനെയൊക്കെ കണ്ടോണ്ട് ഒരു ഹാപ്പി. എനിക്ക് അവരായിട്ട് ഞാൻ മിണ്ടാത്ത എവിടെയായിട്ട് മിണ്ടാത്തോണ്ടാണ്. അവരൊക്കെ എന്നോട് നല്ല ട്രീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ നമ്മളെന്തായാലും പോയി കണ്ടു. എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വ്ളോഗിലാണ് ശരിക്കും, അടുത്ത വ്ളോഗ് കാണുമ്പോ അമ്മൂമ്മയ്ക്ക് നെഞ്ചൊക്കെ ഇടിച്ചു പോകും. കാരണം ലിയാൻ അവിടെയൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കുന്ന ഒരു വ്ളോഗാണ്. അതെന്തായാലും മഴയത്ത് അതെന്താ സംഭവം? തോട് ആ തോട് നടക്കി. പിന്നെ ചെടി കളിപ്പിക്കാൻ വിട്ടു. പിന്നെ ചൂണ്ടയിടുക, ഫിഷിങ് കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളതാണ്. അതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റി. അവനിങ്ങനെ ചെയ്യിപ്പില്ലാതെ നടന്നിട്ടൊന്നുമില്ല. അപ്പം അവന് ചെയ്യിപ്പില്ല കൂടെ കണ്ടത്തിൽ കൂടെ എല്ലാം അവന്റെ ഇഷ്ടം പോലെ. അപ്പൊ എന്തായാലും അവൻ എൻജോയ് ചെയ്തു. അവന്റെ ആ ഒരു വികൃതം എല്ലാം മാറാൻ വേണ്ടിട്ട് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവൻ എനർജി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. മോനെ പിടിച്ച് ചേച്ചിയുടെ രണ്ടാമത് മോനെ പിടിച്ച് പറയുന്നത് എല്ലാം പറയുന്നത് അടുത്ത വ്ളോഗ് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. നീ എല്ലാവരും പറഞ്ഞാൽ അവർക്ക് പിന്നെ കണ്ടിട്ട് കാര്യമില്ല. അപ്പം അതൊക്കെ ഉള്ളു ഗൈസ് കാര്യം. നമ്മളിപ്പോ പിയത്ത് കുളിക്കുക, ഫാൻ ഇട്ട ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് പിന്നെ അപ്പം അമ്മൂമ്മ ഇപ്പൊ കിടക്കാൻ പോയി. മോളും താഴെ അവിടെ ജസ്റ്റ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. മോൻ അവിടെ ടാബും കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഒരുപാട് സീക്വൻസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എല്ലാവരോടും തിരക്കായിരുന്നു. ഇത് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്, ഞങ്ങൾ 2ാമത്തെ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്, കൺക്ലൂഷൻ ചെയ്യുന്നത്. അപ്പോ എന്റെ ഫാമിലിയാണ് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ് ഇവര് കറങ്ങാനൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് ഇവര് വരുന്നത്. മറ്റേവരിപ്പോഴും ഏറി ഇറങ്ങിയിട്ടില്ല, അത് വേറെ ഒരു കാര്യം. പിന്നെ ഞാൻ എന്നും അതിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഓരോ കണ്ടാൽ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മളോട് ചോദിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ നമ്മൾ അന്വേഷിക്കാൻ മാത്രമല്ല എന്താ പറയണ്ടേ കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാൻ മാത്രമായിട്ടുള്ളത്, കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല, അത് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അൻസിബ വിഷയമാണ് കൂടുതലും ചെയ്യുന്നത്. അതിലും എല്ലാവരും ഒന്ന് ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്തായാലും മുത്തശ്ശി പീക്ക് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു. നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.